പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അപ്പന്റെ കഴുതയെ തേടിപ്പോയ ഒരു മകനെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനഭാഗത്ത് ബെന്യാമീൻ ഗോത്രക്കാരനായ കീശിന്റെ മകൻ ശാവൂൾ ഒരു കോമണായ സുന്ദരനായ നല്ല ഉയരമുള്ള ഏറ്റവും ദൈവത്താൽ ഇഷ്ടപ്പെട്ട ഒരു മകനെയാണ് ദൈവം പ്രവാചകന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത് പോലെ വിട്ടത് നമുക്ക് കാണാൻ കഴിയും. നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ അപ്പന്റെ കഴുത നഷ്ടപ്പെട്ടു പോയത് എവിടെയാണെന്ന് തെരഞ്ഞു പോയത് പ്രവാചകനായ ശമൂവേലിന്റെ അടുക്കലെത്തപ്പെടുവാൻ ഇടയായി. ദൈവം മുന്നമേ ശമൂവേലിനോട് പറഞ്ഞു, ഇതാ ബെന്യാമീൻ ഗോത്രക്കാരനായ ഒരാൾ നിന്റെ അടുക്കൽ വരും, അവനായിരിക്കും ഇനി വരാനിരിക്കുന്ന രാജാവ്. കണ്ടോ, മുന്നമേ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തൊരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ചിലത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് ദൈവം നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളെല്ലാം വെളിപ്പെടുവാൻ ഇടയാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെയാണ്. ബൈബിളിൽ തന്നെ 10 താലന്തുണ്ടതിൽ 1 നഷ്ടപ്പെട്ടു പോയപ്പോ അതിനെ അന്വേഷിക്കുവാനും അതിനെ കണ്ടെത്തുമ്പോൾ സന്തോഷിക്കുവാനും ചെയ്യുന്നത് കാണാൻ കഴിയും. പ്രിയമുള്ളവർ, ഇവിടെയും നമുക്ക് അങ്ങനെയാ കാണാൻ കഴിയുന്നത്. നഷ്ടപ്പെടുവാൻ ഇടവന്നതിന്റെ ഒരു കാരണം എന്നെ ദൈവത്തിന് തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യത മുന്നിൽ കാണാൻ ഇടയാകും. അന്വേഷിച്ചിറങ്ങുമ്പോൾ കണ്ടു കിട്ടുന്നില്ലെങ്കിൽ സാധാരണ നമ്മൾ ഒരു പ്രാർത്ഥിക്കുന്ന ആളെ വിളിക്കും, എന്റെ നഷ്ടപ്പെട്ടു പോയ സാധനം എവിടെയാണ്, ഒന്ന് പ്രാർത്ഥിക്കാമോ എന്നൊക്കെ ചോദിക്കും. ഇത് നേരെ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് പ്രവാചകനോട് ചോദിക്കുകയാണ്. പ്രവാചകൻ പറയുകയാണ്, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. കാരണം പ്രവാചകന്റെ അടുക്കൽ വന്നപ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രവാചകൻ ശമൂവേലിനോട് പറയുവാൻ ഇടവന്നു. തലേ ദിവസം എന്നോട് സംസാരിച്ച കാര്യങ്ങളാണ് പിറ്റേ ദിവസം എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ള ദൈവത്തിന്റെ ഒരു പ്രവൃത്തി, എന്നെക്കുറിച്ചുള്ള എന്റെ കർത്താവിന്റെ പദ്ധതി ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുവാനാണ് പ്രവാചകന്മാരെയും സുവിശേഷകരെയൊക്കെ ദൈവം വെച്ചിരിക്കുന്നത്. എന്നെക്കുറിച്ചൊരു ദൂത് പറയുമ്പോൾ അത് ഞാൻ ഏറ്റെടുക്കുവാനും അതെന്റെ ജീവിതത്തിൽ നടത്തി തരുന്ന ദൈവത്തിന്റെ കൂടെ ഞാൻ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം പറഞ്ഞൊരു കാര്യം പോലും നടത്താതിരുന്നിട്ടില്ല. നടത്തുന്നൊരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ 10-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കഴുതയെ അന്വേഷിച്ച് വന്നവനെ രാജാവായി അഭിഷേകം ചെയ്ത് മടക്കി വിടുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അന്വേഷിച്ചിറങ്ങിയാൽ പുതിയൊരു തലത്തിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുപോകും. ഇങ്ങോട്ട് വന്നത് കഴുതയെ അന്വേഷിച്ചാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നത് ആള് മാറിയതുപോലെ ഒരു പ്രവാചകന്റെ ശബ്ദത്തോടുകൂടെ ഒരു ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തുന്ന ഒരു രാജാവായിട്ടാണ് തിരിച്ചു പോകാൻ ദൈവം ശമൂവേലിന്റെ തൈലപാത്രത്തിൽ നിന്ന് തൈലത്തിന്റെ അഭിഷേകം ശാവൂളിന്റെ തലയിലേക്ക് ചൊരിയുവാൻ ദൈവം ഇടയാക്കിയപ്പോൾ അപ്പോൾ മുതൽ ജീവിതം മാറിയെങ്കിൽ, പ്രിയമുള്ളവരെ, ഇതുപോലെ അന്വേഷിച്ച് നമ്മൾ ഒരു കൂട്ടായ്മയ്ക്ക് അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം അവിടെ തൈലം അഭിഷേകമായി നമ്മുടെ ശിരസിലേക്ക് ഒഴിക്കുമ്പോൾ ആ സമയം വരെയും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളെ മാറിയിട്ടായിരിക്കും
നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരാൻ ഇടവരുന്നതെങ്കിൽ, ഈ ഒരു അന്വേഷണവും ഈ ഒരു കണ്ടെത്തലും ഈ ഒരു തിരിച്ചുവരവും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉളവാക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. ഇത് മാറ്റത്തിന്റെ ദിവസമായിട്ടാണ് ദൈവം ഇന്ന് ഒരുക്കുന്നതെങ്കിൽ, രാജ്യത്തിന്റെ ഭരണവും ഒരു രാജാവിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതെല്ലാം ചെയ്യുന്നത് ഒരു കർത്താവാണെങ്കിൽ, നമ്മൾ തിരിച്ചറിയണം, ദൈവമാണ് നമ്മളെ നയിക്കുന്നത്. അവൻ രാജാതി രാജാവാണ്, അത്ഭുതം ചെയ്യുന്ന സർവശക്തനാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവിന്റെ സന്നിധിയിൽ. കർത്താവേ, സ്വർഗീയ പിതാവേ, എന്റെ ജീവിതം കർത്താവിനായി ഞാൻ ഏൽപ്പിക്കുന്നു. എന്റെ ജീവിതത്തിൽ ചില നഷ്ടങ്ങളുടെ നടുവിൽ ഞാൻ എൻ്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോഴാണ്, കടന്നു വരുമ്പോഴാണ്, അന്വേഷിച്ചു വരുമ്പോഴാണ് എന്നെ പുതിയൊരു തലത്തിലേക്ക് അഭിഷേകത്തോടുകൂടെ അങ്ങ് അവിടുന്ന് അഭിഷേകം ചെയ്ത് നടത്താൻ ഇടവരുന്നത്. അവിടുത്തെ കൃപയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.